വൈക്കോൽ കൂനയിൽ നിന്ന് ഒരു സൂചി കണ്ടെത്തുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ തന്നെയാണ് സങ്കീർണമായ മിശ്രിതങ്ങളിൽ നിന്ന് ഒരൊറ്റ തന്മാത്രയെ വേർതിരിച്ചെടുക്കുന്നതും. പക്ഷേ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ ഒരു പുതിയ രഹസ്യായുധം കിട്ടിയിട്ടുണ്ട്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് MMII എന്നൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. തന്മാത്രാലോകത്തെ രഹസ്യങ്ങൾ തെളിയിക്കുന്ന ഒരു സൂപ്പർ ഡിറ്റക്റ്റീവ്. ഇതെങ്ങനെയാണ് ഗവേഷകരെ സഹായിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ തന്മാത്രകളെ കണ്ടെത്തുന്നത് എങ്ങനെ ഒരു വൈക്കോൽ കുനിയിൽ സൂചി തിരയുന്ന പോലെ ആകുന്നതെന്ന് നമ്മൾ കാണും. പിന്നെ ഐസോടോപ്പ് ലേബലിംഗ് എന്ന ടെക്നിക്കും അതിലെ പ്രധാന പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ ഡിറ്റക്റ്റീവായ MIMIയുടെ എൻട്രി. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് അവസാനം നോക്കാം. ശരി, അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊരു ശാസ്ത്രജ്ഞനാണെന്ന് സങ്കൽപ്പിക്കുക. ഒരു പുതിയ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയണം, അല്ലെങ്കിൽ കുടിവെള്ളത്തിൽ ഏതൊക്കെ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അവരൊരു വലിയ വെല്ലുവിളി നേരിടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആയിരക്കണക്കിന് 10,000 കണക്കിന് തന്മാത്രകൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരേയൊരു തന്മാത്രയെ എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും? ഇതത്ര എളുപ്പമുള്ളൊരു ചോദ്യമല്ല, അല്ലേ? അതെ, ഈ ഒരു താരതമ്യം ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. എണ്ണമറ്റ തന്മാത്രകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നിനെ കണ്ടെത്തുകയെന്നത് ശരിക്കും ഒരു വൈക്കോൽ കൂനയിൽ നിന്ന് സൂചി കണ്ടെത്തുന്നത് പോലെ തന്നെയാണ്. ഈ വൈക്കോൽ കൂനയുടെ ഉള്ളിലേക്ക് നോക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര പവർഫുള്ളായ ലെൻസാണിത്. ഓരോ തന്മാത്രയുടെയും ഭാരം അഥവാ മാസ് വളരെ കൃത്യമായി അളക്കാൻ ഈ സാങ്കേതികവിദ്യയ്ക്ക് കഴിയും. എത്രത്തോളം കൃത്യമാണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിന്റെ ഭാരത്തിന്റെ വ്യത്യാസം പോലും ഇതിന് കണ്ടെത്താനാകും. അങ്ങനെ ആയിരക്കണക്കിന് തന്മാത്രകളെ ഒരേ സമയം വേർതിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. അപ്പോ മാസ് സ്പെക്ട്രോമെട്രി വെച്ച് തന്മാത്രകളെ വേർതിരിക്കാം എന്ന് മനസ്സിലായി. പക്ഷെ ഒരു പ്രത്യേക തന്മാത്രയെ ഒരു രാസപ്രവർത്തനത്തിലൂടെ പിന്തുടരണമെങ്കിലോ? അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇതൊരു അടിപൊളി ടെക്നിക്കാണ്. ഒരു തന്മാത്രയുടെ മുകളിൽ ഒരു ചെറിയ GPS ട്രാക്കർ വെക്കുന്നത് പോലെയാണിത്. ശാസ്ത്രജ്ഞർ കാർബൺ അല്ലെങ്കിൽ നൈട്രജൻ പോലുള്ള ആറ്റങ്ങളുടെ സാധാരണയിലും അല്പം ഭാരം കൂടിയ ഐസോടോപ്പുകൾ ഉപയോഗിച്ച് തന്മാത്രകളെ ടാഗ് ചെയ്യും. ഈ ടാഗുകൾ കാരണം ഒരു രാസപ്രവർത്തനം കഴിയുമ്പോൾ ആ തന്മാത്രയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം വരുന്നത്. ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ടൂളുകൾ അത്രത്തോളം വളർന്നിരുന്നില്ല. പഴയ സോഫ്റ്റ്വെയറുകൾക്കൊക്കെ സാധാരണ സ്വാഭാവികമായ തന്മാത്രകളെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഈ പുതിയ ടാഗ് ചെയ്ത തന്മാത്രകളെ കണ്ടപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾക്കാകെ കൺഫ്യൂഷനായി. ഇത് ഗവേഷണങ്ങളിൽ വലിയൊരു കുരുക്കായി മാറി. അപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ? അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോയുടെ എൻട്രി. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് വേണ്ടതെന്ന് ഗവേഷകർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് ഐസോടോപ്പ് അവബോധമുള്ള ഒരു പുതിയ ടൂളായിരുന്നു. അതായത് സാധാരണ തന്മാത്രകളെയും ഈ ടാഗ് ചെയ്ത തന്മാത്രകളെയും ഒരുപോലെ ഒരു കൺഫ്യൂഷനുമില്ലാതെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ. അങ്ങനെയാണ് MIMI വരുന്നത്. മുഴുവൻ പേര് മോളിക്യുലാർ ഐസോടോപ്പ് മാസ് ഐഡന്റിഫയർ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഐസോടോപ്പ് ഉപയോഗിച്ച് തന്മാത്രകളെ തിരിച്ചറിയുന്ന ഒരു ടൂൾ. മീമിയെ നമുക്കൊരു ഡിറ്റക്റ്റീവിനോട് ഉപമിക്കാം. ഓരോ മനുഷ്യർക്കും അവരുടേതായ വിരലടയാളമുള്ളതുപോലെ ഓരോ തന്മാത്രയ്ക്കും അതിൻ്റേതായ ഒരു ഐസോടോപ്പിക് ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഈ ഡിറ്റക്റ്റീവ് ചെയ്യുന്നത് സ്വാഭാവികമായ തന്മാത്രകളുടെയും ഈ ടാഗ് ചെയ്ത തന്മാത്രകളുടെയും ഫിംഗർ പ്രിന്റുകൾ വളരെ കൃത്യമായി കണ്ടെത്തുകയാണ്. ശരി, അപ്പൊ നമ്മുടെ ഡിറ്റക്റ്റീവിനെ പരിചയപ്പെട്ടു. ഇനി ഈ ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് കേസ് തെളിയിക്കുന്നതെന്ന് നോക്കിയാലോ? മിമിയുടെ പ്രവർത്തന രീതി വളരെ സിമ്പിളാണ്. 2 ഘട്ടങ്ങളേ ഉള്ളൂ. ഒന്നാം ഘട്ടം തയ്യാറെടുപ്പാണ്. സാധ്യമായ എല്ലാ തന്മാത്രകളുടെയും അവയുടെ ഫിംഗർ പ്രിന്റുകളുടെയും ഒരു വലിയ ഫോറൻസിക് ഡാറ്റാബേസ് മുൻകൂട്ടി ഉണ്ടാക്കിവെക്കും. ഇതിന് കുറച്ച് കമ്പ്യൂട്ടർ പവർ വേണം, പക്ഷെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. രണ്ടാം ഘട്ടം അന്വേഷണമാണ്. നമ്മുടെ കയ്യിലുള്ള സാമ്പിളിലെ ഡാറ്റ ഈ ഡാറ്റാബേസുമായി മിന്നൽ വേഗത്തിൽ ഒത്തുനോക്കി ശരിയായ തന്മാത്രയെ കണ്ടെത്തും. ഈ ചിത്രത്തിൽ കാണുന്നതാണ് MIMIയുടെ വിജയരഹസ്യം. ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന കഠിനമായ ജോലിയായ ഡാറ്റാബേസ് നിർമ്മാണം, അതായത് മിമി കാഷ് ക്രിയേറ്റ്, ഒരു തവണ മാത്രം ചെയ്യും. അതിനുശേഷം വരുന്ന ഓരോ സാമ്പിളിന്റെയും വിശകലനം, അതായത് മിമി മാസ് അനാലിസിസ്, വളരെ വേഗത്തിൽ നടക്കും. കഠിനാധ്വാനം ഒറ്റത്തവണ, ഫലം വീണ്ടും വീണ്ടും.
ഇതാണ് MIMIയെ ഇത്രയധികം കാര്യക്ഷമമാക്കുന്നത്. ഈ ചിത്രം നോക്കൂ. MIMIയുടെ മുഴുവൻ പ്രവർത്തനവും ഇതിൽ വ്യക്തമാണ്. ഇടതുവശത്ത് സാധാരണ തന്മാത്രകളുടെയും ടാഗ് ചെയ്ത തന്മാത്രകളുടെയും വിവരങ്ങൾ കാണാം. ഇവ ഉപയോഗിച്ച് MIMI ആ ഫോറൻസിക് ഡേറ്റാബേസ് അഥവാ കാഷ് ഫയൽ ഉണ്ടാക്കുന്നു. വലതുവശത്ത് നമ്മുടെ സാമ്പിളിൽ നിന്നുള്ള ഡേറ്റ വരുന്നു. ഇവ രണ്ടും തമ്മിൽ ഒത്തുനോക്കി അവസാനം താഴെ കാണുന്നതുപോലെ വളരെ വ്യക്തമായ ഒരു റിസൾട്ട് ടേബിൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ പ്രധാന ചോദ്യം ഇതാണ്: ഈ പുതിയ ഡിറ്റക്റ്റീവ് ശരിക്കും മിടുക്കനാണോ? പഴയ രീതികളേക്കാൾ നന്നായിട്ടത് പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്കതിന്റെ ഫലങ്ങളൊന്ന് നോക്കാം. ഈ ഗ്രാഫ് നോക്കൂ. MIMIയുടെ കഴിവ് ഇതിൽ വ്യക്തമാണ്. PPM എന്ന് പറയുന്നത് കൃത്യതയുടെ ഒരളവാണ്. കൂടുതൽ കർശനമായ ഒരു സെറ്റിംഗിൽ നിന്ന് 0.1 ppm അല്പം കൂടി ഒപ്റ്റിമലായ സെറ്റിംഗിലേക്ക് 0.5 ppm മാറിയപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നോക്കൂ. MIMIക്ക് 4 മുതൽ 5 മടങ്ങ് വരെ കൂടുതൽ തന്മാത്രകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ ചെറിയൊരു മാറ്റം കൊണ്ട് എത്രയധികം പുതിയ വിവരങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് മിമിയെ ഒരു ഗെയിം ചേഞ്ചറാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് ഫ്ലെക്സിബിളാണ്. ഏത് തരം ഐസോടോപ്പ് ലേബലിംഗിനും ഉപയോഗിക്കാം. പിന്നെ ഇത് സമഗ്രമാണ്. എന്നുവെച്ചാൽ ഒരേ സമയം സാധാരണ തന്മാത്രകളെയും ടാഗ് ചെയ്തവയെയും ഒരുമിച്ച് കണ്ടെത്താം. അതുപോലെ ഇത് വളരെ വേഴ്സറ്റൈലാണ്. ഡുവൽ ലേബലിംഗ് പോലുള്ള സങ്കീർണമായ പരീക്ഷണങ്ങൾ പോലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും. ഏറ്റവും പ്രധാനമായി ഇത് വളരെ കാര്യക്ഷമമാണ്. ഗവേഷകരുടെ ഒരുപാട് സമയവും കമ്പ്യൂട്ടർ പവറും ഇത് ലാഭിക്കുന്നു. വേഗതയുടെ കാര്യത്തിൽ MIMI എത്രത്തോളം മുന്നിലാണെന്ന് ഈ പട്ടിക വ്യക്തമാക്കുന്നുണ്ട്. ഒരൊറ്റ സാമ്പിൾ വിശകലനം ചെയ്യുമ്പോൾ സാധാരണ രീതിയും MIയും ഏകദേശം ഒരേ സമയമെടുക്കും, 10 സെക്കൻഡ്. എന്നാൽ 30 സാമ്പിളുകൾ വിശകലനം ചെയ്യേണ്ടി വരുമ്പോഴോ സാധാരണ രീതിക്ക് 300 സെക്കൻഡ് വേണം. പക്ഷേ MI വെറും 97 സെക്കൻഡിൽ പണി തീർക്കും. അതായത് 3 ഇരട്ടി വേഗത. കൂടുതൽ ഡാറ്റ വിശകലനം ചെയ്യേണ്ട വലിയ പഠനങ്ങളിൽ ഇതെത്രത്തോളം സഹായകമാകുമെന്നൊന്നോർത്തു നോക്കൂ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമല്ല. മരുന്ന് ഗവേഷണം, പരിസ്ഥിതി മലിനീകരണ പഠനങ്ങൾ, രോഗനിർണയം തുടങ്ങിയ ഒരുപാട് മേഖലകളിലെ ഗവേഷണങ്ങൾക്ക് വലിയൊരു കുതിപ്പേകാൻ ഈ ടൂളിന് കഴിയും. ശാസ്ത്രജ്ഞരുടെ കയ്യിൽ പൂട്ടിക്കിടന്നൊരു വാതിൽ തുറന്നുകൊടുക്കുന്ന ഒരു താക്കോലാണ് MIMI. അപ്പോൾ MIMI പോലുള്ള ശക്തരായ ഡിറ്റക്റ്റീവുകൾ രംഗത്തിറങ്ങുമ്പോൾ ശാസ്ത്രം അടുത്തതായി ഏത് തന്മാത്രാ രഹസ്യങ്ങളായിരിക്കും തെളിയിക്കാൻ പോകുന്നത്? ഈ ചോദ്യം ബാക്കി വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സാധ്യതകൾ അനന്തമാണ്.